തങ്കം, തങ്കം, തങ്കം. തങ്കം, 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 തങ്കം. വിളിക്കാ പോയേ. തങ്കം, തങ്കം. എന്നെ അങ്ങനെ മണ്ടനാക്കാവൊന്നും വിചാരിക്കണ്ട. ഇന്നല്ലെങ്കിൽ നാളെ നീ എന്റെ വന്ന് പെടും. തങ്കക്കുട്ടി, ശല്യങ്ങള്. തങ്കക്കുട്ടിയേ. എന്താ എന്താ ഒച്ച കേട്ടത്? എവിടെങ്കിലും പോയി ഇരിക്കേ. ഒച്ച കേട്ടു എന്താച്ചാ? തങ്കക്കുട്ടി. അത് ഞാനാണ് അറിയുന്നേ. തങ്കക്കട്ടിയും സ്വർണ്ണക്കട്ടിയും. തങ്കം, ഈ കുട്ടി എവിടെ പോയി? ഒച്ച കേട്ടൂല്ലോ ഞാന്. ശബ്ദിക്കരുത്, കൊന്നുകളയും ഞാൻ. ശബ്ദിക്കരുത്, കൊന്നുകളയും ഞാൻ. എന്താ ഒരു ശബ്ദം? ആ പെണ്ണ അതിന്റെ മുകളിലോട്ട് കണ്ട് കയറി പോയിട്ടുണ്ട്. തങ്കം, എന്നെ സഹായിക്കണം. ഞാൻ കള്ളനോ കൊലപാതകമൊന്നുമല്ല. അമ്മേ, അമ്മേ, തങ്കം, തങ്കം. ഈ കുട്ടി അവിടെ എന്തെടുക്കുക? എന്താ നിനക്കിവിടെ പണി? വല്ല പാമ്പോ മരപ്പൊട്ടിയോ കാണും. ഇതെന്താ മേലൊക്കെ പൊടിയെടുക്കും? അത് ഞാനൊന്ന് കാല് തട്ടി വീണു. എന്നിട്ട് വല്ലതും പറ്റിയോ നിനക്ക്? ഒന്നും പറ്റില്ല. അച്ഛാ, പരിചയമില്ലാത്ത ഒരാളെ നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കുക? എന്താ ചോദിക്കാൻ? ഒന്നുമില്ല, വെറുതെ തോന്നി. ഈ മനസ്സിലാക്കുക എന്ന് പറയണത് ഒരു സിദ്ധിയാ. ചിലർക്ക് ആളുകളെ മനസ്സിലാക്കാൻ ഒന്ന് നോക്കിയാ മതി. ചിലർക്ക് ഒരു ജന്മം ഒന്നിച്ചു കഴിഞ്ഞാലും മനസ്സിലാവില്ല. നിന്റെ ഇടത്തേക്ക് പറ്റിയതാ. 1 കൊല്ലം കൂടെ കഴിഞ്ഞിട്ടും അയാളെ അവക്ക് പിടികിട്ടിയില്ല. കർമ്മഫലം എന്ന് സമാധാനിക്കാം.
വെള്ളം. നെയ്തിച്ചോറാണ്. ദാ കഴിച്ചോളൂ. എന്താ കരയണേ? നിങ്ങൾ ആരാണ്? ഞാനാണ്. പേടിക്കണ്ട കേട്ടോ. ഇവിടെ ആരുമില്ല. വേണമെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് വന്നോളൂ. വന്നോളൂന്നേ. ഞാൻ നുണ പറഞ്ഞതല്ല. എല്ലാവരും പോയിരിക്ക. ഏടത്തിയുടെ ഭർത്താവ് രാവിലെ ഡ്യൂട്ടിക്ക് പോയി. ഇനി 2 ദിവസം കഴിഞ്ഞേ വരൂ. അച്ഛനും ഏടത്തിയും അമ്പലത്തില് ഒരടിയന്തരമുണ്ട്. ഞാനൊരു സൂത്രം പറഞ്ഞിങ്ങോട്ട് പോന്നു. പല്ലുവേദന. പല്ലുവേദന ഉണ്ടോ കുട്ടിക്ക്? ഹേയ്, എന്റെ പല്ലിനൊന്നും ഒരു കേടുമില്ല. ഞാൻ കള്ളം പറഞ്ഞാലും അച്ഛൻ വിശ്വസിക്കും. പാവം, എന്നെ അത്ര ഇഷ്ടാ. മുറിഞ്ഞിടത്ത് നല്ല വേദന ഉണ്ടല്ലേ? എങ്ങനെയാ മുറിഞ്ഞത്? വെടികൊണ്ടതാ. ഈശ്വര, വെടികൊള്ളേ? നെഞ്ചിക്കൊള്ളുകയായിരുന്നു ഇതിലും ഭേദം. ഇത് വേദന കൈ അണങ്ങിയ സഹിക്കാൻ പറ്റണില്ല. ഞാനൊന്ന് നോക്കട്ടെ. ഇതിനുള്ളിൽ ഇരിക്കണല്ലോ. തൊട്ടാൽ അറിയാം. എല്ലില് കൊണ്ടിട്ടില്ലാന്ന് തോന്നുന്നു. എങ്ങനെ അറിയാം? എല്ല് പൊട്ടിയാൽ ഇങ്ങനെയാ. നീര് വന്നിപ്പോ കൈ ഇത്രയുണ്ടായിനെ. ഓടിക്കളിച്ച് വീണ് എന്റെ ഈ കൈയുടെ എല്ലൊന്ന് ചിന്നിയതാ ചെറുപ്പത്തില്. എന്റെ അമ്മേ, എന്തായിരുന്നു വേദനയും നീരും. ഇത് എല്ലില് കൊണ്ടിട്ടില്ല, ദശയിലാണ്. കുട്ടിക്ക് ഇതൊന്ന് എടുത്തു തരാം. ഞാനോ? അയ്യോ, എനിക്ക് പേടിയാ. ആശുപത്രി പോയി ചെയ്താ മതി. ഞാൻ പുറത്തിറങ്ങിയാൽ പിന്നെ അതിന്റെ ആവശ്യം ഉണ്ടാവില്ല. എന്നെ കിട്ടിയവർ കൊല്ലും. ആര്? എന്നെ തേടി നടക്കുന്ന ചിലരുണ്ട്. അവർ രാത്രി ആരും കാണാതെ എവിടേക്കെങ്കിലും ഓടിപ്പോയിക്കൂടെ? രക്ഷപ്പെടണം. അതിനു മുമ്പ് ഈ വെടിയുണ്ട എടുത്ത് കളയാൻ പറ്റിയിരുന്നെങ്കിൽ. ഇതെന്നെ വേദനിപ്പിച്ച് കൊല്ലുന്നു. ഞാൻ എങ്ങനെ സഹായിക്കാം? നന്നായിട്ട് ഞെക്കി നോക്കട്ടെ, മുള്ളെടുക്കണ മാതിരി. മൂർച്ചയുള്ള കത്തിയോ ബ്ലേഡോ എന്തെങ്കിലും ഉണ്ടോ? ആ, അച്ഛൻ മുഖം മിനുക്കണ കത്തിയുണ്ട്. അസല് മൂർച്ചയാ. അതൊന്ന് കൊണ്ടുവരാം. കുറച്ച് തുണിയും. എന്നിട്ട് കൊണ്ടുവരൂ. കുട്ടി, ഒന്നുമില്ല. പറഞ്ഞോളൂ. കുറച്ച് മദ്യം കിട്ടിയിരുന്നെങ്കിൽ മനസ്സിനൊരു ധൈര്യത്തിന്. അല്ലെങ്കിൽ വേണ്ട, കത്തി കൊണ്ടുവന്നാ മതി.